ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലോലിപോപ്പാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ വിങ്സ് എടുത്തിട്ട് കത്തി വെച്ച് ഇങ്ങനെ താഴോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചിക്കൻ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഒരു പാത്രം എടുത്ത് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് സോയാ സോസ്, ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, ഗരം മസാല, പിന്നെ പെരുംജീരകം പൊടിച്ചത്, എരിവിന് ആവശ്യമായ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം റൂം ടെമ്പറേച്ചറിലുള്ള ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ലോലിപോപ്പ് ഇതിലും വെച്ച് ഇതുകൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു പാത്രം വെച്ച് അതിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ ലോലിപോപ്പ് നന്നായി വേവിച്ചെടുക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് സൈഡൊക്കെ മറിച്ചിട്ട് നന്നായിട്ട് മുരിയിച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്ക് സോസ് തയ്യാറാക്കാം. ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി സോസ്, സോയാ സോസ്, കുറച്ച് വിനെഗർ, മധുരം ആവശ്യത്തിന് മധുരവും ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ചിക്കൻ ലോലിപോപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നത് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.